സവർക്കറെ ഒരർത്ഥത്തിൽ രാഷ്ട്രപിതാവ് വരെ ആക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് ഈ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് 2014 മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം അതിനുള്ള നടപടികൾ ധാരാളമായിട്ട് നടന്നു വരുന്നുണ്ട്. അത് പരസ്യമല്ലെന്ന് മാത്രം. ഇപ്പം കഴിഞ്ഞതിന് തൊട്ടു മുമ്പുള്ള മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും സംയുക്തമായി മത്സരിക്കുമ്പോൾ അവരുടെ ഒരു പ്രകടന പത്രികയിൽ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് സവർക്കർക്ക് ഭാരതരത്നം കൊടുക്കണം എന്നുള്ളതായിരുന്നു. BJPയെ ഭരണത്തിലെത്തിച്ച പ്രധാനപ്പെട്ട സമരമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ അതിലൊന്നും സവർക്കറില്ല. ഉദാഹരണമായിട്ട് രഥയാത്ര, അദ്വാനിയുടെ രഥയാത്ര നടക്കുമ്പോൾ സവർക്കറെ പറ്റി യാതൊന്നും അതിൽ പറയുന്നില്ല. അല്ലെങ്കിൽ ഗുജറാത്തിൽ അവരധികാരത്തിൽ വരുമ്പോഴും സവർക്കറെ പറ്റി യാതൊന്നും മിണ്ടുന്നില്ല. പക്ഷെ പെട്ടെന്ന് 2014 മോഡി വന്നപ്പോഴാണ് സവർക്കർക്ക് ഒരു പുതുജീവൻ വെച്ചിട്ട് വരുന്നത്. അതിനു മുമ്പ് തന്നെ സവർക്കറെ മറവിയിലേക്ക് മറഞ്ഞിരുന്ന സവർക്കറെ പൊതുവേദിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആദ്യമായിട്ട് നടത്തുന്നത് വാജ്പേയി ഗവൺമെൻറ്റാണ്. 2002 ആൻഡമാൻ എയർപോർട്ടിന്, അതുവരെ ആൻഡമാൻ എയർപോർട്ട് എന്ന് പേരുണ്ടായിരുന്ന ആൻഡമാനിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന് വീർ സവർക്കർ എയർപോർട്ട് എന്ന് പേര് കൊടുക്കുന്നുണ്ട്. വാജ്പേയി പേര് കൊടുക്കുന്നുണ്ട്. അത് ആൻഡമാൻ സെല്ലിൽ സവർക്കർ തടവുകാരനായി കഴിഞ്ഞതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ആ പേര് നൽകുന്നത്. ആ സമയത്ത് പ്രതിപക്ഷ കക്ഷികൾ ചെറിയ മട്ടിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ടെങ്കിലും വലിയ തരത്തിലൊരു പ്രതിഷേധം ആ സമയത്ത് ഉണ്ടാവുന്നില്ല. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 2003 വാജ്പേയി ഗവൺമെൻറ് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ സവർക്കറുടെ ചിത്രം പ്രതിഷ്ഠിക്കുകയുണ്ടായി. ചന്ദ്രകല കുമാർ കദം എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ വരച്ച സവർക്കറുടെ ചിത്രം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അപ്പോൾ ആ പ്രതിഷ്ഠിക്കുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. ഗാന്ധിജിയുടെ ചിത്രത്തിന് നേരെ എതിരായിട്ടാണ് സവർക്കറുടെ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അന്ന് പ്രതിഷ്ഠിച്ചതെന്നാണ് അന്നത്തെ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അന്ന് ഒരു നിരഞ്ജൻ ഡാക്ലെ എന്ന് പറയുന്ന ഒരു പത്രലേഖകൻ എഴുതിയത്, ദ വീക്കിലെ ലേഖനത്തിൽ എഴുതിയത്, ഗാന്ധിജിക്ക് നേരെ പുറംതിരിഞ്ഞല്ലാതെ നിങ്ങൾക്ക് സവർക്കറെ അവിടെ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വാചകം എഴുതുകയുണ്ടായി. വളരെ വർഷങ്ങൾക്ക് ശേഷം ആ ലേഖനത്തിൻ്റെ പേരിൽ ദ വീക്ക് ക്ഷമ ചോദിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി.